നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കല്യാണം മുടങ്ങിയത് നമ്മുടെ കുറ്റം കൊണ്ടൊന്നും അല്ലല്ലോ. അങ്ങനെ കാശ് കൊടുത്ത ജോലിസിനെ കൊണ്ട് കള്ളം പറയിപ്പിക്കാൻ പറ്റൂ സുശീലേ? അതൊക്കെ പറ്റു സുധാ. കാശ് കൊടുത്ത ജാതകം വരെ തിരുത്തി എഴുതി തരുന്ന പ്രഗത്ഭനായ ഒരു ജോലിസിനെ എനിക്കറിയാം. അവര് വേറെന്തൊക്കെയാ സംസാരിച്ചെന്ന് സോന കേട്ടില്ലേ? എന്നോട് ഈ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. അതും ഇന്ദിരേട്ടന്റെയും ഹർഷയുടെയും കാര്യത്തിലെ ഒരു കള്ള ജോത്സ്യരുടെ പ്രയോജനമുള്ളതുകൊണ്ട് ശ്രദ്ധിച്ചതാ. പിന്നെ ജോത്സ്യന്മാരെ സ്വാധീനിച്ച് ശീലമുള്ളതുകൊണ്ടായിരിക്കണമല്ലോ ആന്റി അങ്ങനെ പറഞ്ഞത്. ഹർഷയുടെ ഇന്ദിരേട്ടന്റെയും കാര്യത്തില് അമ്മയും കൂടി ചേർന്ന ജോത്സ്യരെ കൊണ്ട് അങ്ങനെയൊക്കെ പറയിപ്പിച്ചെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. വേണ്ടി വന്നാ നമ്മളത് തെളിയിക്കുകയും ചെയ്യും. എന്നാലും പ്രതിഭ എന്നോട് എന്തിനായിരിക്കും ഇങ്ങനെയൊക്കെ സംസാരിച്ചതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. എനിക്ക് തോന്നുന്നത് സുധനങ്ങൾ വന്നപ്പോ ആന്റി എന്തോ ഓഫർ കൊടുത്തു തന്നെയാ. അദ്ദേഹം പ്രതിഭയെ സമാധാനിപ്പിക്കാൻ വേണ്ടി അവളോട് പറഞ്ഞു കാണും. അങ്ങനെയാണെങ്കിൽ അത് പ്രശ്നമാണല്ലോ ശ്യാമേ. ഒരിക്കൽ ഇന്ദിരേട്ടനും എന്നോടത്തും കൂടെ പോയി അവൾക്ക് ആവശ്യമില്ലാത്ത പ്രതീക്ഷ നൽകിയതാ. ഇപ്പതേ വീണ്ടും അമ്മ ചുറ്റിക്കറങ്ങി വീണ്ടും പ്രതിഭയിലേക്ക് തന്നെ വന്ന സ്ഥിതിക്ക് ആ വഴിക്കൊന്ന് ആലോചിച്ചാൽ എന്താ സത്യ? അല്ല, സത്യനൊരു കല്യാണം കഴിക്കുന്നത് വരെ വീട്ടുകാരിങ്ങനെ ഓരോ ആലോചന നടത്തിക്കൊണ്ടിരിക്കും. ഇതിപ്പോ ആന്റി ആയിട്ട് പ്രതിഭ ആലോചിച്ച സ്ഥിതിക്ക് സത്യനായിട്ട് അവൾക്കൊരു ലൈഫ് കൊടുത്തൂടെ?